ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചിട്ട് 39 ദിവസം കഴിഞ്ഞു. എന്നിട്ടും പുതിയൊരാളെ കണ്ടെത്താനോ ചുമതല നൽകാനോ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം വഴിമുട്ടിരിക്കുകയാണ്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള സൈബർ ഇടത്തിലെ പോര് നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾക്ക് തന്നെ തലവേദനയായി മാറിയിട്ടുമുണ്ട്. നേതാക്കളുടെ യോഗ്യതയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കൂടി ഉയർന്നതോടെ വിഴുപ്പലക്കലായി മാറിയിട്ടുമുണ്ട്. ഇതോടെ സൈബർ പോരെ തള്ളിക്കൊണ്ട് നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുമായ അബിൻ വർക്കിയും OJ ജനീഷും രംഗത്തെത്തി. തന്നെ പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും എന്ന നിലയിലുള്ള സന്ദേശം വ്യാജമാണെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അബിൻ വർക്കി വിശദീകരിച്ചു. യോഗ്യതയും അയോഗ്യതയും സമൂഹ മാധ്യമങ്ങളിൽ ചെളിയെറിഞ്ഞല്ല തീരുമാനിക്കേണ്ടതെന്ന് OJ ജനീഷും ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ യോഗ്യതയും അയോഗ്യതയും വിശദീകരിക്കുന്ന പോസ്റ്റുകൾക്ക് പിന്നിൽ അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന ആരോപണവും മറുപക്ഷം ഉയർത്തുന്നുണ്ട്. തർക്കം നീണ്ടുപോകുന്നതിനാൽ തന്നെ ഐ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം ചേർന്ന് സമ്മർദ്ദം ശക്തമാക്കാൻ തീരുമാനിച്ചിരുന്നു. വിഷയം കെട്ടടങ്ങുമ്പോൾ രാഹുലിനെ തന്നെ വീണ്ടും പ്രസിഡന്റ് ആക്കാമെന്ന അഭിപ്രായം എ ഗ്രൂപ്പിനുണ്ട് എങ്കിലും അത് അംഗീകരിക്കാനായി ഐ ഗ്രൂപ്പ് തയ്യാറല്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുലിനൊപ്പം മത്സരിച്ച അബിൻ വർക്കിയെ കൊണ്ടുവരണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. എന്നാൽ വൈസ് പ്രസിഡന്റായ അബിന് താൽക്കാലിക ചുമതല നൽകാൻ പോലും നേതൃത്വം തയ്യാറല്ല. അബിനെ തഴയുന്നതിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി ചില നേതാക്കളുടെ ഐക്യവുമുണ്ട്. രമേശ് ചെന്നിത്തലയാണ് അബിനെ പിന്തുണയ്ക്കുന്നത്. KC വേണുഗോപാലിന്റെ പിന്തുണയുള്ള യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ബിനു ചുള്ളിയലിനാണ് സാധ്യത കൂടുതലുള്ളത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മനസ്സും ബിനുവിനൊപ്പം തന്നെയാണ്. രാഹുലിന് വീണ്ടും സ്ഥാനം നൽകാൻ തടസ്സമുണ്ട് എങ്കിൽ KSU പ്രസിഡന്റായിരുന്ന KM അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കണമെന്നാണ് എ ഗ്രൂപ്പ് നിർദ്ദേശിക്കുന്നത്.